ഹലോ ഗൈസ്, SEO ട്യൂട്ടോറിയൽ രണ്ടാമത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 6 ടോപ്പിക്കാണ്. അതായത് വാട്ട് ഈസ് സെർച്ച് എഞ്ചിൻ, സെർച്ച് എഞ്ചിൻ എന്താണെന്നും ഞാൻ അതിനെക്കുറിച്ച് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, പിന്നെ ഹൗ സെർച്ച് എഞ്ചിൻ വർക്ക്, പിന്നെ മൂന്നാമത്തത് ക്രോളിംഗ്, ഇൻഡെക്സിങ്, റാങ്കിങ് എന്താണെന്ന് ഞാൻ ബ്രീഫായിട്ട് ഞാൻ പറയുന്നുണ്ട്. പിന്നെ വാട്ട് ഈസ് ക്രോൾ ബജറ്റ്, പിന്നെ ഹൗ ടു ഒപ്റ്റിമൈസ് യുവർ ക്രോൾ ബജറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കാം. വാട്ട് ഈസ് സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻ is a software program that help people find the information they are looking for online using keywords or phrases. ഓക്കെ, അപ്പോൾ കീവേഡ് നമുക്ക് ഈ ഒരു പുതിയതായിട്ട് കാണുന്നവരായിരിക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, എന്തായിരിക്കും കീവേഡ് എന്ന്. ഓക്കെ, അപ്പോൾ SEO മുമ്പ് ചെയ്തിട്ടുള്ളവർക്കും പഠിച്ചിട്ടുള്ളവർക്കും കീവേഡ് എന്താണെന്ന് അറിയാം. അപ്പം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഈ ഒരു കീവേഡ് എന്നൊരു വേർഡ് ഒരു ഫെമിലിയർ അല്ലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ നോക്കാം. നമ്മളിപ്പോൾ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ചെന്നിട്ട് നമ്മളിപ്പോൾ എന്താണോ സെർച്ച് ചെയ്യുന്നത്, നമ്മളെ ആവശ്യം എന്താണോ അത് നമ്മൾ സെർച്ച് ചെയ്യും. ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്യുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ ട്രിവാൻഡ്രം സെർച്ച് ചെയ്തു. ഓക്കെ, ഇതാണ് ഒരു പർട്ടിക്കുലർ കീവേഡ്. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നിട്ട് ഞാൻ ഹോസ്റ്റൽ ഇൻ ട്രിവാൻഡ്രം സെർച്ച് ചെയ്യണം. ഓക്കെ, ബോയ്സ് ഹോസ്റ്റൽ ഇൻ ട്രിവാൻഡ്രം ഞാൻ ചുമ്മാ സെർച്ച് ചെയ്യുന്നു. ഓക്കെ, ബോയ്സ് ഹോസ്റ്റൽ ഇൻ ട്രിവാൻഡ്രം സെർച്ച് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ വേർഡാണ് ശരിക്കും കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കീവേഡ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഈ കീവേഡ് എന്താണെന്നും കീവേഡ് നമുക്ക് എങ്ങനെ ഒരു SEOയിൽ കീവേഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും നമുക്കത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ ഞാൻ താഴെയുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ കിടക്കാം. ഹൗ സെർച്ച് എഞ്ചിൻ വർക്ക്. സെർച്ച് എഞ്ചിൻ ശരിക്കും പറഞ്ഞാൽ 3 പ്രോസസ്സിലാണ് കടന്നു പോകുന്നത്. ഒന്നാമത്തെ പ്രോസസ്സ് ക്രോളിംഗ്, രണ്ടാമത് ഇൻഡെക്സിങ്, മൂന്നാമത് റാങ്കിങ്. ഓക്കെ, നമുക്കത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ക്രോളിംഗ് ആണ്. ഇപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, ആ വെബ്സൈറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിൻ്റെ സ്ക്രോളേഴ്സ് വന്നു. ഗൂഗിളിൻ്റെ സ്ക്രോളേഴ്സ്, അതായത് ഗൂഗിളിൻ്റെ ബോട്ട്, ചാറ്റ് ബോട്ടല്ല, ഗൂഗിളിൻ്റെ ബോട്ടോ സ്പൈഡേഴ്സോ അത് ഏതോ ആയാലും പോട്ടെ, അത് വന്ന് നമ്മളെ വെബ്സൈറ്റ് സ്ക്രോൾ ചെയ്യും. ഓരോ ഇപ്പോൾ ഈ ഡിജിറ്റൽ ഐഡൻസിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. ഒരു ഡിജിറ്റൽ ഐഡൻസിൻ്റെ ഒരു വെബ്സൈറ്റാണ്. ഇതിൽ ഒരുപാട് പേജസ് ഉണ്ട്. അവർക്ക് ഹോം പേജ് ഉണ്ട്, അബൌട്ട് പേജ് ഉണ്ട്, ഐ വാണ്ട് ടു ഡു അങ്ങനെ വേറൊരു പേജ് ഉണ്ട്. അതിൻ്റെ സബ് പേജസ് ആയിട്ട് ഒരുപാട് പേജസ് ഉണ്ട്. ഓക്കെ, ഐ വാണ്ട് ടു ലേൺ എന്ന് പറഞ്ഞ വേറൊരു പേജ് ഉണ്ട്, പിന്നെ ബ്ലോഗ് ഉണ്ട്, കരിയർ ഉണ്ട്, കോൺടാക്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓരോ പേജസിലും അത് കയറി, അതായത് ഗൂഗിളിൻ്റെ ബോട്ട് കയറി ക്രോൾ ചെയ്ത് ഈ ഒരു ക്രോൾ ചെയ്ത ഡാറ്റാസ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗൂഗിളിൻ്റെ സ്ക്രോളേഴ്സ് അതുകൊണ്ടൊരു ലോക്കൽ ഡാറ്റാ ബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഗൂഗിളിൻ്റെ ഒരു ലോക്കൽ ഡാറ്റാ ബേസിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് ഫസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, ഇതിപ്പോൾ ഏത് പേജും ആയിക്കോട്ടെ. ഇപ്പോൾ മൾട്ടിപ്പിൾ പേജ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പേജ് ആണെന്ന് വിചാരിച്ചോ, അപ്പോൾ ഞാൻ ഒരു ബ്ലോഗ് എഴുതുന്ന ഒരു സെപ്പറേറ്റ് പേജ് ഉണ്ട്. അപ്പോൾ അതിലും ഗൂഗിളിൻ്റെ സ്പൈഡേഴ്സ് ക്രോൾ ചെയ്യും. എനിക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേജ് ഉണ്ടെന്ന് വെച്ചാൽ അതിലും ക്രോൾ ചെയ്യും. എനിക്കൊരു കോൺടാക്ടേഴ്സിൻ്റെ പേജ് ഉണ്ടെന്ന് വെച്ചാൽ അതിലും ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിൻ്റെ സ്പൈഡേഴ്സ് ക്രോൾ ചെയ്ത് കംപ്ലീറ്റ് ഡാറ്റയും ഈ ഒരു ഗൂഗിളിൻ്റെ ലോക്കൽ ഡാറ്റ സെർവറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ചെയ്യുന്നൊരു പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രോളേഴ്സിന് ശരിക്കും പറഞ്ഞ ഒരു പോളിസീസ് ഉണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോളിസിയാണ് സെലക്ഷൻ പോളിസി, പിന്നെ രണ്ടാമതാണ് റീവിസിറ്റിംഗ് പോളിസി. നമുക്ക് റീവിസിറ്റിംഗ് പോളിസി എന്താണെന്ന് നമുക്ക് നോക്കാം. റീവിസിറ്റിംഗ് പോളിസി എന്ന് പറയുന്നത്, ഇപ്പോൾ വൺസ് നമ്മൾ വെബ്സൈറ്റ് ഒന്ന് ഒരു ഗൂഗിളിൻ്റെ ബോട്ട് കയറി അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സ്പൈഡേഴ്സ് വിസിറ്റ് ചെയ്തിട്ട് പോയെന്ന് വിചാരിക്കാം. നമ്മൾ പിന്നെ ഒരു എഡിറ്റ് വരുത്തി. ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ, ഇപ്പോൾ ഡിജിറ്റൽ ഏജൻസിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ വൺസ് ഗൂഗിളിൻ്റെ സ്പൈഡേഴ്സ് കയറി സ്ക്രോൾ ചെയ്തെന്ന് വിചാരിക്കാം. ഓക്കെ, ആ സ്ക്രോൾ ചെയ്തിട്ട് പോയി. പിന്നെ ഞാൻ ഈ ഒരു വെബ്സൈറ്റ് എഡിറ്റ് ചെയ്തു. ഈ ഒരു ചെറിയൊരു കണ്ടൻറ്റൊക്കെ ഞാൻ ഒന്ന് AI കണ്ടൻറ്റ് ആയിരുന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റിയെന്ന് വിചാരിക്കാം. ഓക്കെ, പിന്നെയും ഗൂഗിളിൻ്റെ സ്പൈഡേഴ്സ് ഈ ഒരു ചേഞ്ച് വന്ന് അനലൈസ് ചെയ്യും. ഓക്കെ, ആ രണ്ടാമത് വിസിറ്റ് ചെയ്യുന്ന പോളിസിയിൽ പറയുന്ന പേരാണ് റീവിസിറ്റിംഗ് പോളിസി. ഓക്കെ, അതിൽ മൂന്നാമത്തെന്ന് പറയുന്നത് പാരലൈസേഷൻ പോളിസി. ഓക്കെ, പാരലൈസേഷൻ പോളിസി എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ്, ഇപ്പോൾ എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ടായിരിച്ചു. എൻ്റെ വെബ്സൈറ്റ് ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റാണ് എൻ്റെ ഒരു വെബ്സൈറ്റ് എന്ന് വിചാരിച്ചു. എൻ്റെ ഈ സെയിം വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വേറൊരു വെബ്സൈറ്റിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതായത് ഒരു വെബ്സൈറ്റ്, അതായത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബ്ലോഗ് എഴുതുന്ന ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ആ വെബ്സൈറ്റിൽ ഗൂഗിളിൻ്റെ സ്കോളേഴ്സ് വരുന്ന സമയത്ത് അവർ ആ ഒരു പർട്ടിക്കുലർ ലിങ്കിൻ്റെ അകത്ത് അനലൈസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരാനുള്ള
ഇതുണ്ട്, ചാൻസ് ഉണ്ട്. ഓക്കെ, അതിനെ പറയുന്നതാണ് പാരലൈസേഷൻ പോളിസി എന്ന് പറയുന്നത്. പിന്നെ പൊളൈറ്റ്നസ് പോളിസി എന്ന് പറയുന്നത് കോളിംഗ് ഡിലേ ആണ് ആ ഒരു പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വൺസ് ഒരു അവർ നമ്മളെ വെബ്സൈറ്റിൻ്റെ അകത്തുള്ള എന്തെങ്കിലും ഡാറ്റാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയലോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ഡിലേ, ഒരു മൈക്രോ മില്ലി സെക്കൻഡ്സിൻ്റെ ഒരു ഡിലേ ആണ് അവർ ഈ ഒരു പൊളൈറ്റ്നസ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൂഗിളിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് തരം സ്ക്രോളേഴ്സ് ഉണ്ട്, ഡെസ്ക്ടോപ്പ് സ്ക്രോളേഴ്സും മൊബൈൽ ക്രോളേഴ്സ്. ഓക്കെ, ഗൂഗിളിൻ്റെ ബോട്ടിനെ നമ്മൾ നോർമലി ഗൂഗിൾ ബോട്ട് എന്നും സ്പൈഡേഴ്സ് എന്നും റോബോട്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ബേസിക് ഇൻഫർമേഷൻ ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. ഓക്കെ, അതിൽ രണ്ടാമത്തെ ഈ പ്രോസസ്സാണ്. ഇപ്പോൾ ഫസ്റ്റ് ക്രോളിംഗ് കഴിഞ്ഞ് ക്രോളിംഗ് എന്ന് പറയുന്നത് നമ്മളെ വെബ്സൈറ്റ് അനലൈസ് ചെയ്ത് കംപ്ലീറ്റ് ഡാറ്റയും ഒരു ഗൂഗിളിൻ്റെ ലോക്കൽ സെർവറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഇനി ആ ഒരു ഡാറ്റ നമുക്ക് ഇൻഡെക്സിങ് ചെയ്യണം. ഓക്കെ, സെക്കൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻഡെക്സിങ്. ഓക്കെ, ഇൻഡെക്സിങ് ശരിക്കും ഗൂഗിൾ എന്തുകൊണ്ട് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ വൺസ് നമ്മളൊരു പർട്ടിക്കുലർ കീവേഡ് അല്ലെങ്കിൽ നമുക്ക് എന്താണോ ആവശ്യം നമ്മളത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൽ എത്രയും പെട്ടെന്ന്, അതായത് ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇൻ ട്രിവാൻഡ്രം എന്ന് ഞാൻ സെർച്ച് ചെയ്തു. ട്രിവാൻഡ്രം സെർച്ച് ചെയ്യുന്ന സമയത്ത് വെറും 0.34 സെക്കൻഡിൻ്റെ അകത്ത് വെച്ച് ഇത്രയും ഡാറ്റാസ് ഗൂഗിളിൽ എനിക്ക് തരാൻ പറ്റിയെങ്കിൽ അവർ ഈ ഒരു കാര്യം അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, ഇൻഡെക്സിങ് എന്നൊരു പ്രോപ്പറായിട്ടുള്ള കാര്യം അവർ ചെയ്യുന്നതുകൊണ്ടാണ്. ഇൻഡെക്സിങ് ചെയ്യുന്നത് അവർ രണ്ട് രീതിയിലാണ്. ഒന്ന് കാറ്റഗറി ബേസ് ചെയ്ത് ഇൻഡെക്സ് ചെയ്യും, പിന്നെ രണ്ടാമത് അവർ കീവേഡ് ബേസ് ചെയ്ത് ഇൻഡെക്സിങ് ചെയ്യും. ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണെന്ന് വിചാരിക്കേണ്ടത്. അപ്പോൾ ആ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ സർവീസിൻ്റെ കാറ്റഗറിയിലായിരിക്കും എൻ്റെ വെബ്സൈറ്റ് അവർ ഇൻഡെക്സിങ് ചെയ്തിട്ടുണ്ടാകും. അല്ലാതെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇതിൽ എൻ്റെ വെബ്സൈറ്റ് ഒരു ഇത് ചെയ്യത്തില്ല. ഓക്കെ, ഇപ്പോൾ അല്ലാതെ എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണെന്ന് ചോദിച്ചാൽ അത് ആ ഒരു വെബ്സൈറ്റ് കൊണ്ട് ഒരു ടെക്സ്റ്റൈൽസിൻ്റെ അല്ലെങ്കിൽ ഒരു ജ്വല്ലറി ഷോപ്പിൻ്റെയൊക്കെ ഇതിൽ കൊണ്ട് അവർ ഇൻഡെക്സിങ് ചെയ്യില്ല. ഓക്കെ, അതൊരു റോങ് ഇൻഡെക്സിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ എന്താണോ നമ്മളെ ബിസിനസ് ആ ഒരു പർട്ടിക്കുലർ ഇതിൽ അവർ ലൈബ്രറി പോലെ അവർ ഇൻഡെക്സിങ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡാറ്റാസ് അവർക്ക് പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഗൂഗിൾ അങ്ങനെ ഇൻഡെക്സ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതിൽ ഇൻഡെക്സിന് ഒരുപാട് ഇതുണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ മൂന്നാമത് വരുന്നതാണ് റാങ്കിങ്. ഓക്കെ, അടുത്ത് വരുന്നതാണ് റാങ്കിങ് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ വെബ്സൈറ്റ് എനിക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അത് നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഒരു ഫ്രീലാൻസ് ഡിജിറ്റൽ മാർക്കറ്റ് ഇൻ ട്രിവാൻഡ്രം സെർച്ച് ചെയ്താൽ നമ്മളെ വെബ്സൈറ്റ് ഫസ്റ്റ് പേജിൽ SERPയിലെ ഫസ്റ്റ് പേജിൽ കാണിക്കണമെങ്കിൽ സം ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിൽ കണ്ടന്റ് അവർ നോക്കാറുണ്ട്, പേജിൻ്റെ സ്ട്രക്ചർ അവർ നോക്കാറുണ്ട്, അതിൻ്റെ ബാക്ക് ലിങ്കിൻ്റെ ക്വാളിറ്റീസ് അവർ ചെക്ക് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഗൂഗിൾ അനലൈസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഒരു സെർച്ച് ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ ട്രിവാൻഡ്രം ഏജൻസി ഇൻ ട്രിവാൻഡ്രം സെർച്ച് ചെയ്തപ്പോൾ എറൗണ്ട് ഇത്രയും പേരെ ഇടയിൽ നിന്നാണ് എനിക്ക് ഇത്രയും റിസൾട്ട് വന്നത്. ഇത്രയും പേരെ ഇടയിൽ നിന്നുകൊണ്ട് 4,81,000 പേരിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു റിസൾട്ട് ഈ ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേജിൽ വന്നത്. ഓക്കെ, ഫസ്റ്റ് റിസൾട്ടിൽ വന്നത്. ഓക്കെ, അപ്പോൾ അതിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇപ്പോൾ അതിൽ ഫസ്റ്റ് പേജ് പറഞ്ഞതിന് വേണ്ടിയിട്ട് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നമുക്കത് എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ക്രോൾ ബജറ്റ്. ഓക്കെ, ക്രോൾ ബജറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര ടൈമാണ് നമ്മൾ, അതായത് നമ്പർ ഓഫ് ടൈംസ് എ സെർച്ച് എഞ്ചിൻ സ്പൈഡേഴ്സ് ക്രോൾ യുവർ വെബ്സൈറ്റ് ഇൻ ആൻ ഗിവൺ ടൈം അലോട്ടഡ് ഈസ് വാട്ട് ഈസ് യുവർ ക്രോൾ ബജറ്റ്. ഓക്കെ, ഇപ്പോൾ വൺസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ഇപ്പോൾ വൺസ് നമ്മൾ ഒരു വെബ്സൈറ്റ് ഈ ഒരു വെബ്സൈറ്റിൽ ഗൂഗിളിൻ്റെ സ്പൈഡർ സ്ക്രോൾ ചെയ്തു, ഒരൊറ്റ തവണ സ്ക്രോൾ ചെയ്തു, നമ്മളത് വീണ്ടും എഡിറ്റ് ചെയ്തു, പിന്നെയും ആ ഗൂഗിളിൻ്റെ സ്പൈഡേഴ്സ് സ്ക്രോൾ ചെയ്തു. അപ്പോൾ 2 തവണ ആ നമ്മളെ വെബ്സൈറ്റ് സ്ക്രോളായി. ഓക്കെ, അതിനെയാണ് ശരിക്കും ക്രോൾ ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സ്ട്രാറ്റജീസ് ടു ഒപ്റ്റിമൈസ് ക്രോൾ ബജറ്റ്. ഓക്കെ, എന്താ നോക്കാം. ഒരു 4 മെത്തേഡ് ഉണ്ട്, നമുക്ക് അതെന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാം.
ഓക്കെ, സ്ട്രാറ്റജീസിൽ ആദ്യം വരുന്നതാണ് ബിൽഡ് ഇന്റേണൽ ലിങ്ക് ആൻഡ് എക്സ്റ്റേണൽ ലിങ്ക്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ അതായത് ഹോം പേജിൻ്റെ അകത്തുള്ള ഈ ഒരു കണ്ടന്റിൻ്റെ അകത്ത് ഒരു ഇന്റേണൽ ലിങ്കും ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ട്രിവാൻഡ്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു പേജിലേക്കായിരിക്കും നമ്മൾ റീഡയറക്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരിക്കണം. ഇപ്പം നമ്മൾ ഈ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പ്ലേസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ട്രിവാൻഡ്രം ഇതിനെ ബേസ് ചെയ്തായിരിക്കണം അടുത്ത കണ്ടന്റ് ഉണ്ടാവേണ്ടത്. ഓക്കെ, ട്രഡീഷണൽ മാർക്കറ്റിംഗ് മെത്തേഡ്. ഓക്കെ, ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ആ ഒരു സെയിം തന്നെയാണ്. ഇപ്പോൾ ഓക്കെ, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ ഒരു പേജിലേക്ക് പോകുന്ന സമയത്ത് ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കണം ഈ ഒരു കണ്ടന്റിൽ ഉണ്ടാവേണ്ടത്. എങ്കിലേ നമ്മൾ റാങ്കിങ്ങിൽ നമ്മൾ ഫസ്റ്റ് വരാനുള്ള പ്രോബിലിറ്റീസ് ഉള്ളൂ. ഓക്കെ, ഇതാണ് ഫസ്റ്റ്. പിന്നെ എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറയുന്നത് നമ്മൾ ബാക്ക് ലിങ്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഇപ്പോൾ മീഡിയം പോലുള്ള ബാക്ക് ലിങ്ക് സൈറ്റുകളിൽ നമ്മൾ ഹൈ ക്വാളിറ്റി ബാക്ക് ലിങ്ക് സൈറ്റുകളിൽ നമ്മൾ വെബ്സൈറ്റിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത്. പിന്നെ രണ്ടാമത് ഫിക്സ് ബ്രോക്കൺ ലിങ്ക്. ഇപ്പോൾ വൺസ് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പെർമ ലിങ്ക് ഒക്കെ കൊടുത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചു, നമ്മളത് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ അത് നമ്മളത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ബ്രോക്കൺ ലിങ്ക് ആവും. നമ്മൾ അതിനെ ശരിക്കും പറഞ്ഞാൽ പിന്നെ അത് സെർച്ച് കൺസോളിൽ പോയി നമ്മളത് പേസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ അടുത്ത വീഡിയോസ് പറയാം. ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, മേക്ക് ഷുവർ പേജ് ആർ സ്ക്രോളബിൾ. ഇപ്പോൾ നമ്മൾ പേജ് സ്ക്രോൾ ചെയ്തിട്ടുണ്ടോ നമുക്ക് എങ്ങനെ സെർച്ച് ചെയ്യാൻ നോക്കാം. വെരി സിമ്പിളാണ്. ഇപ്പോൾ ഇത് ഡിജിറ്റൽ എവിഡൻസിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഇപ്പോൾ ഡിജിറ്റൽ എവിഡൻസ് എടുക്കുക, ജസ്റ്റ് ഒരു സിമ്പിൾ മെത്തേഡാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ പോയിട്ട് സൈറ്റ് ഒന്ന് ജസ്റ്റ് അടിക്കുക, ഡബിൾ കോട്ട് ഇത് കൊടുക്കുക, എന്നിട്ട് നമ്മൾ എന്താണോ നമ്മളെ വെബ്സൈറ്റ് അതിവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പേജസ് എല്ലാം അതായത് അറൗണ്ട് 61 റിസൾട്ട് ഉണ്ട്, 22 സെക്കൻഡ് ഉണ്ട്, 61 റിസൾട്ട് നമ്മളെ ഈ ഒരു പേജ് സ്ക്രോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ പേജ് സ്ക്രോളബിൾ ആണോ എന്ന് നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. നമ്മൾ എന്താണോ നിങ്ങളുടെ വെബ്സൈറ്റ്, എന്താണോ നിങ്ങളുടെ ഡൊമൈൻ നെയിം, അത് ഈ സൈറ്റ് ടൈപ്പ് ചെയ്ത് ഡബിൾ കോട്ട് കൊടുത്തതിന് ശേഷം എന്താണ് നമ്മുടെ ഡൊമൈൻ അതിവിടെ പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളെ പേജസ് സ്ക്രോളബിൾ ആണോ, ഗൂഗിളിൻ്റെ അതായത് സെർച്ച് കൊണ്ട് സ്ക്രോളബിൾ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇതാണ് ഈ ഒരു മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളെ വെബ്സൈറ്റ്. ഓക്കെ, നമ്മളെ വെബ്സൈറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അതായത് ലിങ്ക്ഡിന് മെയിൻലി ഒരു സ്മോൾ ബിസിനസ് ആയാലും മീഡിയം ബിസിനസ് ആയാലും നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കേണ്ട പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്തിരിക്കേണ്ടത് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരിക്കണം. രണ്ടാമത് ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുണ്ട്, ബിസിനസ് പ്രൊഫൈൽ ഉണ്ടാവണം. പിന്നെ പിൻട്രസ്റ്റിൽ ഒരു അക്കൗണ്ട് വേണം, ലിങ്കിൻ്റെ ഒരു പേജ് വേണം. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻലി നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട പ്രോസസ്സ്. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ നമ്മൾ പ്രസൻസ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇതിൽ ജസ്റ്റ് എക്സ്റ്റേണൽ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോസിൽ നമ്മൾ എന്താണ് ഓൺ പേജ് SEO നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഈ 6 ടോപ്പിക്കാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഇതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.